ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാണ്ഡവരുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ എത്തിയത് എങ്ങനെയാണെന്ന് കേട്ടാലോ. കംസവധം കഴിഞ്ഞ് മധുരാപുരി വീണ്ടും സജ്ജനങ്ങൾക്ക് ശാന്തിയുടെ വിളനിലമായതോടെ വസുദേവർക്ക് തൻ്റെ സഹോദരിയെക്കുറിച്ചുള്ള ചിന്ത കലശലായി. യാദവകുലത്തിലെ ശൂരസേനൻ്റെ പുത്രിയും കൃഷ്ണൻ്റെ പിതാവ് വസുദേവരുടെ സഹോദരിയുമാണ് പൃഥ. സന്താനങ്ങളില്ലാതിരുന്ന കുന്തിഭോജനെ ശൂരസേനൻ പൃഥയെ ദത്തുപുത്രിയായി നൽകി. കുന്തിഭോജ മഹാരാജാവ് മകളായി ദത്തെടുത്തതിനു ശേഷമാണ് പൃഥയ്ക്ക് കുന്തി എന്ന പേര് ലഭിച്ചത്. പിന്നീട് ഹസ്തിനപുരിയിലെ നിയുക്ത രാജാവായ പാണ്ഡുവിനെ വിവാഹം ചെയ്തു. എന്നാൽ പാണ്ഡു അകാല മരണം പ്രാപിച്ചതോടെ പാണ്ഡുപുത്രന്മാരായ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നീ 5 പുത്രന്മാരുമായി കുന്തി ഹസ്തിനപുരിയിൽ അനിശ്ചിതത്വത്തിൽ കഴിയുന്ന കാലം കൂടിയായിരുന്നു അത്. അപ്പോൾ പാണ്ഡവരുടെ മാതൃപക്ഷത്താണ് യാദവർ വരിക. അങ്ങനെ സജ്ജനങ്ങളെയെല്ലാം രക്ഷിക്കുന്ന തൻ്റെ മകനായ കൃഷ്ണനോട് വസുദേവർ ഇപ്രകാരം പറഞ്ഞു: നിന്റെ പിതൃസഹോദരിയായ കുന്തി വിധവയായി തീർന്ന വാർത്ത കേട്ടിരുന്നു. എന്നാൽ കാരാഗൃഹത്തിലായതിനാൽ അതേക്കുറിച്ചോ ഇപ്പോൾ കുന്തിയുടെ അവസ്ഥ എന്താണെന്നതിനെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. 5 പുത്രന്മാർക്കൊപ്പം ഹസ്തിനപുരിയിലാണ് കുന്തി എന്ന് മാത്രം അറിയാം. നന്നേ ചെറുപ്പത്തിൽ വേർപിരിഞ്ഞു പോയി എങ്കിലും സഹോദരിയുടെ വിവരമറിയാൻ നമുക്ക് ആകാംക്ഷ തോന്നുന്നു. ഇത് കേട്ട കൃഷ്ണൻ തീർച്ചയായും കുന്തിദേവിയുടെയും പുത്രന്മാരുടെയും അവസ്ഥ അന്വേഷിച്ച് അറിയാമെന്ന് വസുദേവർക്ക് വാക്കു നൽകി. അന്യരാജ്യത്തേക്ക് ദൂതിനാണെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കാനാണെങ്കിലും ജ്ഞാനിയായ അക്രൂരനായിരുന്നു മധുരാപുരിയിൽ ഏറ്റവും മികച്ചവൻ. അങ്ങനെ ഭഗവാൻ അക്രൂരനോട് പറഞ്ഞു: ദയവ് ചെയ്ത് അങ്ങ് ഹസ്തിനപുരം വരെ പോയി അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു വരണം. പാണ്ഡവന്മാർ അജ്ഞാതവാസം കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു. എന്നാൽ ദുഷ്ടപുത്രന്മാരുടെ പ്രേരണ കൊണ്ട് ധൃതരാഷ്ട്രർ മഹാരാജാവ് പാണ്ഡവരോട് നീതി കാട്ടാൻ മടി കാണിക്കുന്നു. അങ്ങ് നേരിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നതിനു ശേഷം എന്താണ് ഉചിതമായി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. ഭഗവാൻ നിർദ്ദേശിച്ചതനുസരിച്ച് അക്രൂരർ കുരുവംശത്തിൻ്റെ കീർത്തി നാനാദിക്കിലും പടർത്തുന്ന മഹാനഗരമായ ഹസ്തിനപുരിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തിച്ചേർന്ന അദ്ദേഹം വൃദ്ധനായ ധൃതരാഷ്ട്രരെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും മന്ത്രിമാരെയും സർവർക്കും ആരാധ്യനായ ഭീഷ്മ പിതാമഹനെയും അദ്ദേഹം സന്ദർശിച്ചു. അവരെല്ലാവരും അക്രൂരനുമായി ആശംസകൾ കൈമാറി. സ്വപുത്ര വാത്സല്യ നിമിത്തം ധൃതരാഷ്ട്രർ പാണ്ഡുപുത്രന്മാരോട് പക്ഷപാതപരമായാണോ പെരുമാറുന്നത് എന്ന് നേരിട്ടറിയാൻ അക്രൂരൻ ഏതാനും മാസങ്ങൾ ഹസ്തിനപുരിയിൽ താമസിക്കുകയും ചെയ്തു. പാണ്ഡുപുത്രന്മാരുടെ കുലീനത, വീര്യം, തേജസ്, ധർമ്മചിന്ത എന്നിവ അദ്ദേഹം നേരിട്ട് അനുഭവിച്ചു. ധൃതരാഷ്ട്രയിൽ നിന്നുള്ള പെരുമാറ്റം നീതിയുക്തമല്ലെന്നും ദുര്യോധനനും സഹോദരങ്ങളും പാണ്ഡവരോട് അസൂയയും വെറുപ്പും പുലർത്തുന്നുണ്ട് എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. രാജാധികാരത്തിന് കൗരവരുടെ അതിമോഹം മൂലം പാണ്ഡവരുടെ അവസ്ഥ ഭീതിജനകമാണെന്നും കുന്തിയും വിതുരരും അക്രൂരരോട് പറഞ്ഞു. രാജാവ് തൻ്റെ ദുഷ്ടപുത്രന്മാരോടുള്ള മമത കൊണ്ട് പാണ്ഡുപുത്രന്മാരോട് അനീതി കാണിക്കുന്നുവെന്ന് അക്രൂരൻ മനസ്സിലാക്കി. ഒരു ദിവസം കണ്ണീരോടെ കുന്തി അക്രൂരനോട് പറഞ്ഞു: മധുരയിലുള്ള എൻ്റെ ബന്ധുജനങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ അവസ്ഥ എൻ്റെ ദിവ്യനായ മരുമകൻ അറിയുന്നുണ്ടോ? അവൻ ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ അനുഭവിക്കുന്ന അനീതി അവൻ അറിയുന്നുണ്ടോ? അവൻ വന്ന് ഞങ്ങൾക്ക് ശാന്തിയേകി ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുമോ? അത്തരത്തിൽ എന്തെങ്കിലും സന്ദേശം കൃഷ്ണൻ തന്നയച്ചിട്ടുണ്ടോ? കൃഷ്ണനെ ഓർത്ത് കുന്തിദേവി കണ്ണീരൊഴുക്കി. മറ്റെല്ലാം മറന്ന് ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി: കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ, വിശ്വാത്മൻ, സച്ചിദാനന്ദ സ്വരൂപ, അവിടുത്തെ പാദത്തിൽ അഭയം തേടിയിരിക്കുന്ന ദുഃഖിതരായ എന്നെയും കുട്ടികളെയും സംരക്ഷിച്ചാലും അവിടുത്തെ അഭയമല്ലാതെ മറ്റൊന്നും പരാമുക്തിപ്രദമായിട്ട് ഞാൻ കാണുന്നില്ല. അവിടുത്തെ പാദങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. അക്രൂരൻ കുന്തിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ പുത്രന്മാർ ദേവന്മാരിൽ നിന്ന് ഉണ്ടായവരായതുകൊണ്ട് അവരുടെ സംരക്ഷണം ഉറപ്പാണെന്ന് അക്രൂരൻ ഓർമ്മിപ്പിച്ചു. മധുരയ്ക്ക് മടങ്ങും മുൻപ് അക്രൂരൻ ധൃതരാഷ്ട്രരെ സമീപിച്ച് കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സന്ദേശം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഉപദേശിച്ചു: അല്ലയോ വിചിത്ര വീര്യാത്മജ, അനുജനായ പാണ്ഡു കാലം പോകിയതുകൊണ്ട് അവിടുന്ന് ഇപ്പോൾ രാജ്യഭരണം നിർവഹിച്ച് സിംഹാസനത്തിലിരുന്ന്
ഒരു വംശത്തിൻ്റെ കീർത്തിയെ നിലനിർത്തുന്നു. ഇത് അവിടത്തേക്ക് വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. അങ്ങ് സ്വപുത്രന്മാരോടും പാണ്ഡുപുത്രന്മാരോടും പക്ഷപാതം കാണിക്കാതിരുന്നാൽ മാത്രമേ അവിടുത്തെ ജോലി ഐശ്വര്യപൂർണമായി നിർവഹിക്കാനും വംശത്തിൻ്റെ ശ്രേയസ് ഉയർത്തി നിർത്താനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങും ഈ വംശവും ലോകനിന്ദയ്ക്ക് പാത്രമാകും. പുത്രന്മാരെക്കുറിച്ചുള്ള അമിത വാത്സല്യം തോന്നുമ്പോൾ ഇതുകൂടി പരിഗണിക്കുക. എന്തൊക്കെയായാലും ഭാര്യ, പുത്രൻ, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവരുമായി നമുക്കുള്ള ബന്ധുത്വം ശാശ്വതമല്ല. നാം അവയോടൊപ്പം എന്നേക്കും ജീവിക്കാൻ പോകുന്നില്ല. ഒരുവൻ ഏകനായി ജനിക്കുന്നു, ഏകനായി മരിക്കുന്നു. ഒരാൾ അയാളുടെ നല്ല കർമ്മങ്ങളുടെ ഫലം ആസ്വദിക്കുകയും ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നതും തനിച്ചു തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് കൊണ്ട് കാര്യമില്ല. ധാർമ്മികമായും അധാർമികമായും നാം സംഭരിച്ചു വെക്കുന്നതൊന്നും അവസാനം നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നമ്മുടെ കർമ്മങ്ങളുടെ പുണ്യവും പാപവും മാത്രമേ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇഹലോകം വെറുമൊരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കുക. സ്വന്തം ബന്ധുജനങ്ങളോടുള്ള അമിതമായ മമതാമോഹം കൊണ്ട് മറ്റുള്ളവരോട് അനീതി കാണിക്കാൻ ഇടവരരുത്. ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞ് എല്ലാവരോടും യാത്ര ചോദിച്ച് അക്രൂരൻ മധുരയിലേക്ക് മടങ്ങി. മധുരയിലെത്തിയ അക്രൂരൻ ശ്രീകൃഷ്ണനോടും ബലരാമനോടും പാണ്ഡവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇവിടെ ധൃതരാഷ്ട്രർക്ക് അക്രൂരൻ നൽകുന്ന ഉപദേശം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഭൗതിക ലോകത്തിലുള്ള ഒരു ബന്ധങ്ങളും ശാശ്വതമല്ല. എല്ലാ ബന്ധത്തിനേക്കാളും ഏറ്റവും പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടത് ഭഗവാനെയാണ്. അപ്പോൾ ഭൗതിക ലോകത്തിലെ ഏത് ബന്ധങ്ങളിൽ നിന്നുള്ള വിഷമങ്ങളും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം എന്താണെന്നോ, ആ ഭഗവാന്റെ തട്ട് ഉയർന്നിരിക്കുന്നിടത്തോളം നമ്മളുടെ മനസ്സിൻ്റെ ശക്തി ഭഗവാൻ കൂട്ടിത്തരും. ഏത് വിഷമതകളെ തരണം ചെയ്യാനായിട്ടും ഏത് വിയോഗത്തെ തരണം ചെയ്യാനായിട്ടും നമ്മളെ ഭഗവാൻ പ്രാപ്തരാക്കും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും അഹങ്കാരമില്ലാതെ വിനയത്തോടുള്ള ഭക്തി എല്ലാവർക്കും ഭഗവാൻ തരട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.